ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡിയോർസ് ലമെന്റ് എന്നുള്ള പോവമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതൊരു ഓൾഡ് ഇംഗ്ലീഷ് പോവമാണ്. എക്സ്റ്റർ ബുക്കിനകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഒരു കളക്ഷനാണ് എക്സ്റ്റർ ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്താണ് ഡിയോർസ് ലമെന്റ് എന്നുള്ളൊരു ഓൾഡ് ഇംഗ്ലീഷ് പോയം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. പോയം എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ലോസ്, സഫറിങ് ആൻഡ് ഈ ഫെയ്റ്റ് മാറുമല്ലോ, ഫെയ്റ്റിന്റെ അല്ലെങ്കിൽ ഫോർച്യൂണിന്റെ ഫ്ലീറ്റിംഗ് നേച്ചർ, ആ ഒരു ചേഞ്ചിങ് നേച്ചർ, അതിനെക്കുറിച്ചാണ് ഈ പോയം ഡീൽ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ റിഫ്രെയിൻ ആണ് ഇതിനകത്ത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം. റിഫ്രെയിൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ലൈൻസ്. ഓക്കെ, ഈ വേരിയസ് ആയിട്ടുള്ള ലെജൻഡറി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ കുറിച്ചും അവർ ഫേസ് ചെയ്തിട്ടുള്ള മിസ്ഫോർച്യൂൺസിനെ കുറിച്ചുമാണ് ഈ പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സമ്മറി നോക്കാം. പോയം എന്ന് പറയുന്ന ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു പോയറ്റാണ് നറേറ്റ് ചെയ്യുന്നത്. അയാളുടെ പേരാണ് ഡിയോർ എന്ന് പറയുന്നത്. അയാൾ കുറേ ടെയിൽസ് ഓഫ്, അതായത് കുറേ സ്റ്റോറീസ് ഇങ്ങനെ റീകളക്ട് ചെയ്യുവാണ്. മിസ്ഫോർച്യൂൺസും, അതായത് ഒരുപാട് പഴയ കുറേ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസും അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഇഷ്യൂസും മിസ്ഫോർച്യൂൺസും ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്നിട്ട് അവരുടെ ലൈഫും ഇദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് ഈച്ച് സ്റ്റാൻസ എന്ന് പറയുന്നത് എൻഡ്സ് വിത്ത് എ റിഫ്രെയിൻ. ആ റിഫ്രെയിൻ എന്താണ്? ദാറ്റ് പാസ്ഡ് അവേ സോ മേ ദിസ്, അതായത് ദിസ് ടു ഷാൽ പാസ് എന്നുള്ള നമ്മുടെ ആ വരി ഉണ്ടല്ലോ, ഇതും കടന്നു പോകും. അതാണ് ദാറ്റ് പാസ്ഡ് അവേ, അതും കടന്നു പോയി, സോ ഇതും കടന്നു പോകും, സോ മേ ദിസ്. പിന്നെ ഈ പോയത്തിന്റെ സ്ട്രക്ചർ നോക്കാം. 6 സ്റ്റാൻസയാണ്. ഈച്ച് സ്റ്റാൻസയും ഓരോ ഡിഫറെന്റ് ഫിഗറിനെ കുറിച്ച്, ഹിസ്റ്ററിയിലെ ഓരോ ലെജൻഡിനെ കുറിച്ചുമാണ് ഓരോ സ്റ്റാൻസയും സംസാരിക്കുന്നത്. അങ്ങനെ 6 പേരെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഓരോ സ്റ്റാൻസ അവസാനിക്കുന്നതും റിഫ്രെയിനിലാണ്, അതായത് റിപ്പീറ്റഡ് ലൈനിലാണ്. ആൻഡ് ദെൻ സ്റ്റാൻസാസ് നോക്കിക്കുക. ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് വെയ്ലൻഡ് ദ സ്മിത്ത്. അപ്പം ആ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ വെയ്ലൻഡ് എന്ന് പറയുന്ന, അതായത് വെയ്ലൻഡ് ദ സ്മിത്ത് എന്ന് പറയുന്ന ആൾ, അയാളൊരു ലെജൻഡറി സ്മിത്ത് ആയിരുന്നു. അയാളെ ഒരു ക്രൂവൽ കിങ് ക്യാപ്ചർ ചെയ്തു. നിത്തഡ് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഇദ്ദേഹത്തിനെ കെട്ടിയിട്ടു ആൻഡ് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അവസാനം വെയ്ലൻഡ് എന്താണ്, ഈ റിവെഞ്ച് എടുത്തു. ആ ക്യാപ്റ്റിവിറ്റി, അതായത് നല്ലപോലെ ക്യാപ്റ്റിവിറ്റിയിൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്തെങ്കിലും വെയ്ലൻഡ് ഈ ഒരു നിത്തഡിനെതിരെയായിട്ട് ഒരു റിവെഞ്ച് എടുത്തു. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സഫറിങ് എൻഡ് ചെയ്തു ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ ട്രബിൾസ് എല്ലാം മാറി എന്നാണ് ഇതിന്റെ ഒരു സ്റ്റാൻസയുടെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഡോ ഹിൽഡ് എന്നാണ് പറയുന്നത്. ബിഡോ ഹിൽഡ് എന്ന് വെച്ചാൽ നിത്തഡിന്റെ ഡോട്ടറാണ്. അദ്ദേഹത്തിന്, ഈ ബിഡോ ഹിൽഡിനെ വെയ്ലൻഡ് എന്ത് ചെയ്തു, സെഡ്യൂസ് ചെയ്തു ആൻഡ് പ്രഗ്നന്റ് ആക്കി മാറ്റി. അത് അവർക്ക് ഒരുപാട് ഷെയിമും ഒരുപാട് ട്രബിൾസും അവരുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്തു. മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു മിസറിയുടെ ഇടയിലും അവരുടെ സഫറിങ്സ് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഫറിങ്സ് എല്ലാം മാറി, അല്ലെങ്കിൽ പാസ്ഡ് ആയി എന്നാണ് പറയുന്നത്. ഇനി മെത്തിൽഡും ഗീറ്റും തമ്മിൽ, ഈ സ്റ്റാൻസ ഒരു കപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. മെത്തിൽഡും ഗീറ്റ് അവർ രണ്ടുപേരും എന്താണ്, അവരുടെ ലവ് അഫെയറിന് ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്തു, പക്ഷെ അവരുടെ ട്രബിൾസും തീർന്നു. ഇനി അടുത്ത തിയോഡ്രിക്കിന്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തിയോഡ്രിക് ദ ഗ്രേറ്റ് ഒരു രാജാവാണ്. 30 വർഷം അയാൾ റൂൾ ചെയ്തു. പക്ഷേ അദ്ദേഹം ഒരുപാട് ഹാർഡ്ഷിപ്സും ഒരുപാട് നഷ്ടങ്ങളും അദ്ദേഹം ഫേസ് ചെയ്തു. ആൻഡ് ഈവൻ ഹിസ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നതും എന്താണ്, എൻഡ് ചെയ്തു എന്നാണ് അവസാനം പറയുന്നത്. ഇനി ഇയോർ മാൻഡ്രിക് ഒരു പവർഫുൾ ആൻഡ് എന്താണ് ടിറനിക്കൽ ഒരു ഗോതിക് കിങ് ആയിരുന്നു. അദ്ദേഹവും എന്താണ് ആളുകൾക്ക് ഒരുപാട് സഫറിങ് ഒക്കെ ഇദ്ദേഹമായിട്ട് തന്നെ കോസ് ചെയ്തു. ആൻഡ് അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഡൗൺഫോൾ, അതായത് ഇദ്ദേഹം കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൂവൽ റൂളും അങ്ങനെ പാസ്സായി എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് 6th സ്റ്റാൻസയ്ക്കകത്ത് ഡിയോറിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഡിയോറിന്റെ സോറോയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്, അദ്ദേഹം ഒരു സമയത്ത് ഒരു ലോർഡിന്റെ കോർട്ടിലെ പോയറ്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ ഹിയോറൻറ്റ എന്ന് പറഞ്ഞൊരു റൈവല് ഇയാളെ റീപ്ലേസ് ചെയ്തു. വേറൊരു പോയിറ്റ് ഇദ്ദേഹത്തിന് പകരമായിട്ട് വന്നു. ഡിയോർ റിഫ്ലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റസ് പോയി, അതിനുവേണ്ടി അത്രമാത്രം പെയിൻ ഇദ്ദേഹത്തിന് വന്നു. എന്നിട്ട് മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓരോ സ്റ്റാൻസയും ഇതേ സെയിം റിഫ്രെയിനോട് കൂടിയാണ് എൻഡ് ചെയ്തത്. ദിസ് ടു ഷാൽ പാസ് എന്നുള്ള റിഫ്രെയിൻ കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. അതായത് എന്ത് സഫറിങ് വന്നാലും ലാസ്റ്റ് ഒരു ഹോപ്പ് നമുക്കുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫോർച്യൂണിൻ്റെ ആ ഒരു ചേഞ്ചിങ് നേച്ചർ. അതായത് എന്ത് സഫറിങ് ആണെന്നുണ്ടെങ്കിലും നോ മാറ്റർ ഹൗ ഇൻറ്റൻസ് ഇറ്റ് ഇസ് ഓൺലി ടെമ്പററി. ഓക്കെ, റെസീലിയൻസ് ആൻഡ് ഹോപ്പ്, നമ്മുടെ മൈൻഡിൽ ഡിറ്റർമിനേഷനും ഹോപ്പും ഉണ്ടായിരിക്കണം. എന്ത് മിസ്ഫോർച്യൂൺ ഉണ്ടായാലും. ഡിയോർ എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ളവരുടെ ട്രബിൾസുമായിട്ടെല്ലാം കമ്പയർ ചെയ്ത് നോക്കി അവരുടെ ട്രബിൾസ് എല്ലാം പതുക്കെ മാറിയതുപോലെ ഡിയോറിന്റെ ട്രബിൾസ് മാറും എന്നുള്ളൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇദ്ദേഹവും ജീവിച്ചത്. കളക്റ്റീവ് സഫറിംഗ് ആണ് അടുത്ത തീം എന്ന് പറയുന്നത്. അതായത് ഡിയോറിന്റെ സിറ്റുവേഷനും ബാക്കി ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ സിറ്റുവേഷനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ ഒരു പേഴ്സണൽ സോറോ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കളക്റ്റീവ് ആയിട്ടുള്ള
ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ലോസ് ഉണ്ടായാലും നമ്മൾ റിക്കവർ ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയാണ്. ഇത് ഇൻട്രോസ്പെക്റ്റീവ് ആണ്, കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ടോണിലാണ് എഴുതിയിരിക്കുന്നത്. ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പല ഹാർഡ്ഷിപ്സും കാണും, പക്ഷേ ഇവൻച്വലി ഇറ്റ് വിൽ ഓൾ പാസ് അവേ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്കിതിനകത്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയോറിൻ്റെ ലമൻറ്റ് എക്സ്റ്റർ ബുക്കിനകത്താണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ്? അദ്ദേഹത്തിൻ്റെ പൊസിഷനും അദ്ദേഹത്തിൻ്റെ ലാൻഡും പ്രോപ്പർട്ടിയും അദ്ദേഹത്തിൻ്റെ ലോഡിൻ്റെ ഇഷ്ടവും എല്ലാം വേറൊരാൾ വന്ന് റീപ്ലേസ് ചെയ്തു. പിന്നെ അപ്പോൾ ഓരോരുത്തരുടെയും സഫറിങ്ങും ഓരോ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. വേലാൻഡിൻ്റെ സഫറിങ് എന്തായിരുന്നു? അദ്ദേഹത്തിനെ എൻസ്ലേവ് ചെയ്തു, ഡിഫിക്കൽട്ട് കണ്ടീഷൻസിലിട്ട് ജോലി എടുപ്പിച്ചു. ആൻഡ് വേലാൻഡ് എങ്ങനെയാണ് റിവെഞ്ച് എടുത്തത്? അദ്ദേഹം കിങ്ങിൻ്റെ സൺസിനെയും അദ്ദേഹത്തിൻ്റെ ഡോട്ടറിനെ പ്രഗ്നൻ്റ് ആക്കുകയും ചെയ്തു. പിന്നെ ഇതിനകത്ത് റിഫ്രെയിൻ ഏതാണെന്ന് ചോദിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയോറിൻ്റെ ലമൻറ്റ് എന്താണ്? ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് ആയിട്ട് നിന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു റൈവല് വന്ന് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഡിയോർ എങ്ങനെയാണ് കൺസോൾ ചെയ്യുന്നത്? സ്വന്തമായിട്ട് എങ്ങനെയാണ് ആശ്വസിക്കുന്നത്? ബാക്കി എല്ലാവരും എന്നെ പോലെ തന്നെയാണ്. ഈ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സും എല്ലാം സഫർ ചെയ്തു. അവരുടെ സഫറിങ്സ് എല്ലാം ഒരു പോയിന്റ് എത്തിയപ്പോൾ മാറി. അതുപോലെ തന്നെയായിരിക്കും എൻ്റേതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹൊറൻറ്റ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൊറൻറ്റ എന്ന് പറയുന്നത് ഡിയോറിനെക്കാട്ടിലും നല്ല സ്വീറ്റായിട്ട് പാടിക്കൊണ്ടിരുന്നൊരു പോയറ്റാണ് കേട്ടോ. ആൻഡ് പിന്നെ ഈ ഒരു പൊസിഷൻ പോകാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹൊറൻറ്റയാണ്. ഈ ഡിയോറിൻ്റെ ഈ ഒരു പൊസിഷൻ പോകാൻ മെയിൻ കാര്യം ഈ ഹൊറൻറ്റ എന്നുള്ള ക്യാരക്ടറാണ്. പിന്നെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോ മാറ്റർ ഹൗ ഡീപ്പ് ആൻഡ് ഗ്രിം മാൻ സോറോ, നമ്മളൊരു ഇവൻച്വലി എന്താണ് അതെല്ലാം ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ എർമെനേറിക് എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഓസ്ട്രോഗോത്ത് എന്ന് പറയുന്ന ആളുകളുടെ കിങ് ആയിരുന്നു. അദ്ദേഹം 375 AD ആ ഒരു സമയത്താണ് BC എങ്ങാണ്ടാണ് മരിച്ചത്. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിയൻ അദ്ദേഹം ഔട്ട് ഓഫ് ഫിയർ സ്വന്തമായിട്ട് മരിച്ചതാണെന്നാണ് പറയുന്നത്. പിന്നെ സ്വയം മരിച്ചതാണെന്നാണ് പറയുന്നത്. ആൻഡ് ഈ പഴയ ഈ എന്താ പറയുക, ഓൾഡ് ഇംഗ്ലീഷ് പോയംസിനകത്തൊക്കെ ഇദ്ദേഹത്തിനെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ ഹോഴ്സ് കൊണ്ട്, അതായത് കുതിരയെ കൊണ്ട് ചവിട്ടി കൊന്നതാണെന്നും, കാരണം ഹീ സസ്പെക്റ്റഡ് ഹെർ ഓഫ് സ്ലീപ്പിംഗ് വിത്ത് ഹിസ് സൺ. ഓക്കെ, അമ്മ മോൻ്റെ കൂടെ കിടന്നുറങ്ങി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ചവിട്ടി കൊന്നിട്ടുണ്ട്. അപ്പോൾ അയാളൊരു ഗ്രിം കിങ് ആണ്, വളരെ വൂൾഫിഷ് ആയിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു ക്രൂവൽ ആയിട്ടുള്ളൊരു കിങ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ മാത്രമല്ല ഇയാളുടെ കിങ്ഡംസ് എല്ലാം ഭയങ്കര ക്രൂവലായിട്ടാണ് റൂൾ ചെയ്തതെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൊറൻറ്റ എന്ന് പറയുന്നത് 13th സെഞ്ച്വറിയിൽ പിന്നെ എന്താ പറയുക, ഒരു ജർമ്മൻ എപ്പിക്കിനകത്ത് ഈ ഹൊറൻറ്റ എന്നുള്ള ക്യാരക്ടർ വരുന്നുണ്ട്. ഭയങ്കര ബേർഡ്സിനെക്കാട്ടിലും വളരെ സ്വീറ്റായിട്ടാണ് സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ പാടുമ്പോൾ ബേർഡ്സും ഫിഷും ആനിമൽസും എല്ലാം മോഷൻലെസ് ആയിട്ട് നിൽക്കും ഫോറസ്റ്റിൽ എന്നാണ് പറയുന്നത്. അതാണ് ഡിയോറിന് ഒപ്പോണൻ്റ് ആയിട്ട് ഇവർ വന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മെറ്റിൽഡയുടെയും ഗീറ്റിൻ്റെയും ട്രാജിക് സ്റ്റോറി, അത് ഈ സ്കാൻഡിനേവിയൻ ബാലഡ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മെറ്റിൽഡ എന്ന് പറയുന്നത് വളരെ ഡിസ്ട്രസ്ഡ് ആണ്, ബിക്കോസ് അവർ എന്തോ ഒരു പ്രഡിക്ഷൻ കണ്ടു, അതായത് അവർ ഒരു റിവറിൽ വീണ് മരിക്കുമെന്ന്. ഗീറ്റ് പറഞ്ഞു, ഇവരുടെ ലവർ പറഞ്ഞു എന്താണ്, ഞാനൊരു ബ്രിഡ്ജ് റിവറിൻ്റെ പുറത്ത് ഉണ്ടാക്കാമെന്ന്. പക്ഷെ അവർ പറഞ്ഞു ആർക്കും ഫെയ്റ്റിനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. ഷുവർ ഇനഫ് അവൾ ഡ്രൗൺ ചെയ്തു. ഗേറ്റ് എന്ത് ചെയ്തു, അയാളുടെ ഹാർപ്പ് എടുത്തിട്ട് നല്ല പോലെ വായിച്ചു. ഹാർപ്പ് എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് വായിച്ചു. അവരുടെ ബോഡി എന്ത് ചെയ്തു, ആ വെള്ളത്തിനകത്ത് നിന്ന് പൊങ്ങി വന്നു. അവർ തിരിച്ച് ജീവനോടെ വന്നെന്നാണ് ഒരു വേർഷൻ ഓഫ് സ്റ്റോറി. അനദർ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മരിച്ച് ബോഡി മാത്രമാണ് പൊങ്ങി വന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഗേറ്റ്, അതായത് അവരുടെ ലവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഗീറ്റ് എന്താണ് ചെയ്തത്, ബോഡി പ്രോപ്പറായിട്ട് ബെറി ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ മുടിയിൽ നിന്ന് അയാളുടെ ഹാർപ്പിൽ സ്ട്രിങ്സ് ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.